പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തില് അച്ഛൻ അനുഗ്രഹത്തിന്റെ വചനമൊന്നുമല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ തിരിച്ചറിയാം. ഈ അതിരൂപതയുടെ ഒരു സിമിത്തേരിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പുതിയ വർഷത്തില് ഞാൻ ചുമ്മാ ഈ സിമിത്തേരിയിലേക്കൊന്ന് വന്നു. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താ അറിയാമോ? ഇതിലെ പല കുഴിമാടങ്ങളും 2024. അപ്പോൾ പ്രിയമുള്ളവര്, ജീവിതത്തിൽ പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് കടന്നുപോയ ഒത്തിരി മക്കളെ അച്ഛനിവിടെ കാണുന്നുണ്ട്. മരിച്ചുപോയി. എങ്കിൽ പ്രിയമുള്ളവരെ, ഇവരൊന്നും മരിക്കുമെന്ന് വിചാരിച്ചോ? ഒരിക്കലും ഉണ്ടാവൂല. 2024 ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ഒരാൾ പോലും വിചാരിച്ച് കാണത്തില്ല. എങ്കിൽ ഇന്ന് അനുഗ്രഹത്തിൻ്റെ പ്രഭാഷണത്തിലപ്പുറമായിട്ടും ജീവിതത്തിൽ ഈ 2024 അവസാനിച്ചു, 25 തുടങ്ങിയപ്പോൾ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. 1 തെസ്സലോനിയ 5:2 പറയുന്നു, രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിവസം വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കറക്റ്റാ. കള്ളനെ പോലെ ഈ മക്കളുടെ ജീവിതത്തിൽ മരണം വന്നു, അവർ പോയി. ഇനി മരണമെന്ന പ്രതിഭാസത്തെ ചിന്തിക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ അത് വായിച്ചപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്ത ഉള്ളാഴപ്പെട്ടു പോയത്. ആ വചനം പറയാണ്, മേഘങ്ങൾ മാഞ്ഞു മറയുന്ന പോലെ പാതാളത്തിൽ പതിക്കുന്നവർ മടങ്ങി വരികയില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല. അവൻ്റെ ഭവനം ഇനി അവന് അറിയുകയില്ല. എത്ര ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത തരത്തിൽ ഒരു യാത്ര. ആ യാത്ര ചെയ്ത അനേക മക്കള് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോരം പേര്, വലിയ സിമിത്തേരിയാണ് കേട്ടോ. ഈ സിമിത്തേരി ആയിരുന്നപ്പോഴാണ് അച്ഛനിങ്ങനെ ചിന്ത വന്നത്. ഭയങ്കര തണുപ്പാ, സ്നോ പെയ്യുന്നു പറഞ്ഞ ഉടനെ തന്നെ വലിയ ജാക്കറ്റൊക്കെ ഇട്ടേക്ക. എന്നാലും എനിക്കൊരു ആഗ്രഹം, ഈ ഒരു സിമിത്തേരിയിൽ ആയിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ തീർച്ചയായും ഉള്ളൊരു യാഥാർത്ഥ്യം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. ഒരിക്കലും മടങ്ങി വരാതെ പോയ ഈ പ്രിയപ്പെട്ട മക്കളുടെ ആത്മാക്കൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം അച്ഛനാരും പേടിപ്പിച്ചില്ല വിചാരിക്കുന്നു. പേടിപ്പിക്കാൻ വേണ്ടി അല്ല കേട്ടോ. എങ്കിലും ഈ സിമിത്തേരി കണ്ടപ്പോൾ അച്ഛന് ചിന്ത വന്നു, മരണത്തെക്കുറിച്ചൊന്ന് പറയാന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മരണവും ഓർക്കാം. വിശാലമായി സിമിത്തേരിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ ഒരു ചിന്തയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.